നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ +2 CBSE റിസൾട്ടുകൾ ICSE റിസൾട്ടുകളെല്ലാം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ CBSE ICSE സ്റ്റുഡൻസിന്റെ +2 റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിരവധി കുട്ടികളാണ് CBSE റിസൾട്ട് നോക്കി നിന്നത്. അപ്പോൾ CBSE റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു നിരാശയാണ് എല്ലാ കുട്ടികളുടെയും മുഖത്തുണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 90% ഒക്കെ മാർക്ക് പ്രതീക്ഷിച്ച പല കുട്ടികൾക്കും 85 അല്ല 80% ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ വാലുവേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് ആയിരുന്നു മിക്കവാറും വരുന്ന സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയുകയുണ്ടായത്. ഒരു പക്ഷേയെങ്കിലും നിരവധി കുട്ടികൾ ഇതിനോടകം തന്നെ റീവാലുവേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് താരതമ്യേന പ്രതീക്ഷിച്ചതിലും വളരെയധികം കുറവായിട്ട് വന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും CBSE സ്റ്റുഡൻസിന് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ വരുന്ന കേരള സ്റ്റേറ്റിന്റെ +2 റിസൾട്ടിനെ ആസ്പദമാക്കിയിരിക്കും. സാധാരണ രീതിയിൽ എല്ലാ വർഷവും കേരള സിലബസിൽ +2 അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കുകളാണ് കുട്ടികൾക്ക് സ്കോർ ചെയ്ത് കാണാറുള്ളത്. ഒട്ടുമിക്ക കുട്ടികൾക്കൊക്കെ തന്നെ 90% ചുറ്റിപ്പറ്റിയുള്ള മാർക്കുകളാണ് കാണാറുള്ളത്. കഴിഞ്ഞ വർഷങ്ങളാണെങ്കിലും CBSE അത്യാവശ്യം മികച്ച വിജയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാർക്ക് പെർസെൻറ്റേജ് ആണെങ്കിലും പല കുട്ടികൾക്കും നല്ല രീതിയിലുള്ള മാർക്ക് പെർസെൻറ്റേജും ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ LBSന്റെ ഭാഗത്തു നിന്നും അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CBSE കുട്ടികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുകയില്ല. അവർക്ക് എത്രയാണോ മാർക്കുകൾ ലഭിച്ചിരിക്കുന്നത് ആ ഒരു മാർക്കുകൾ തന്നെ നിങ്ങൾ LBSൽ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ CBSE ICSE സ്റ്റുഡൻസിന് യാതൊരു രീതിയിലുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ ഈ ഒരു സമയത്ത് LBS വഴി ഉണ്ടാവുകയില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. CBSE ICSE സ്റ്റുഡൻസിന് ആകെയുള്ളൊരു പോസിബിലിറ്റി പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കീഴിലുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നോക്കുക എന്നുള്ളതാണ്. അവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കേരള സ്റ്റേറ്റിലെ കുട്ടികളുമായിട്ട് മത്സരിച്ച് വേണം നമ്മൾ അവിടെയും കയറി പറ്റുവാനായിട്ട്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രൊഫഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷങ്ങളിലൊക്കെ 10% ബോണസ് മാർക്കുകൾ നൽകിയിരുന്നു. എന്നാൽ 2025 അതായത് കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ അത് 5% ബോണസ് മാർക്കായിട്ട് കുറച്ചിരുന്നു. അപ്പോൾ ഈ വർഷത്തെ അനൗൺസ്മെന്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ എത്രത്തോളം ബോണസ് മാർക്കുകൾ നൽകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെ 85% താഴെ സ്കോർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിൽ അഡ്മിഷൻസ് ലഭിക്കുവാനായിട്ട്. ആദ്യത്തെ ഒരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ LBS വഴി CBSE ICSE സ്റ്റുഡൻസിനെ കയറി പറ്റാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ മാർക്ക് സ്കോറുകൾ കുറവാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതിനോടകം തന്നെ നിരവധി കുട്ടികളാണ് എന്നെ കോൺടാക്ട് ചെയ്ത് CBSEയിൽ ഉദ്ദേശിച്ച മാർക്കുകൾ ലഭിച്ചില്ല എന്നുള്ള കാരണത്താൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസിന് വേണ്ടി എന്നെ സമീപിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ള അടുത്ത ആഴ്ച വരുന്ന കേരള സിലബസിന്റെ +2 റിസൾട്ടുകൾക്ക് മുന്നേ ആയിട്ട്, അഥവാ നിങ്ങൾ CBSE ICSE സ്റ്റുഡൻസ് ആണ്, താരതമ്യേന മാർക്ക് കുറവാണ്, നിങ്ങൾക്ക് സ്കോറിങ് ലഭിച്ചിരിക്കുന്നത്, അതായത് 80% അല്ലെങ്കിൽ താഴെയാണ് ലഭിച്ചിരിക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഏറ്റവും മികച്ച കോളേജുകളിൽ കേരളത്തിന് വെളിയിൽ അഡ്മിഷൻ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ CBSE ICSE റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കുക. നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സാധാരണ രീതിയിൽ കേരള സിലബസിലെ +2 റിസൾട്ടുകൾ വന്നു കഴിയുന്ന ഉടൻ തന്നെ നല്ല രീതിയിലുള്ള റഷ് പുറത്തേക്ക് ഉണ്ടാവുകയും നല്ല രീതിയിൽ ഫീസ് വർധനവുകൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നഴ്സിംഗ് ഡയറീസിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചേരാനിരിക്കുന്ന കോളേജിനെ കുറിച്ചോ ഏതെങ്കിലും കോളേജുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗൈഡ് ലൈൻസ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. മിക്കവാറും എല്ലാ കോളേജുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസിനുള്ള പോസിബിലിറ്റീസും ഉണ്ട് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പലരും പറയുന്ന അനുസരിച്ച് ഉയർന്ന ഡൊണേഷൻസ്, ഹൈ ഡൊണേഷൻസ് ഒക്കെ കൊടുത്ത് ഫെസിലിറ്റീസ് ഇല്ലാത്ത കോളേജുകളിൽ പല കുട്ടികളും പോയി ചെന്നുവിടാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.